DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാർച്ച് മാസം 1 മുതൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ നിരവധി കാര്യങ്ങളുണ്ട്. പെൻഷൻ, PM കിസാൻ, ഗ്യാസ്, മൊബൈൽ, റേഷൻ തുടങ്ങി എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകളും ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും തടയുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര ടെലികോം വകുപ്പ് നടപ്പിലാക്കുന്ന സിം ബൈൻഡിംഗ് നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം വാട്സപ്പ്, ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സിം കാർഡ് ഫോണിൽ സജീവമായി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. സിം ഊരിമാറ്റുകയോ നിഷ്ക്രിയമാകുകയോ ചെയ്താൽ ആപ്പുകളുടെ സേവനം തൽക്ഷണം നിലയ്ക്കും. നിലവിൽ UPI ആപ്പുകൾ പിന്തുടരുന്ന ഈ സുരക്ഷാ രീതി നടപ്പാക്കുന്നതിലൂടെ സിം കാർഡ് ഉപയോഗിച്ച ശേഷം വൈഫൈ വഴി ആപ്പുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ തടയാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത്. കമ്പ്യൂട്ടറുകളിൽ വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും തനിയെ ലോഗൌട്ട് ആകുന്ന സെഷനുകൾ വീണ്ടും ഉപയോഗിക്കാൻ പ്രൈമറി ഫോണിലെ സിം പരിശോധനയും QR കോഡ് സ്കാനിങ്ങും നിർബന്ധമാക്കും. അടുത്തത് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. 22ാം ഗഡുവായ 2000 രൂപയുടെ വിതരണം മാർച്ച് ആദ്യ പകുതിയോടെ ഉണ്ടാകുന്നതാണ്. മാർച്ച് 11-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്ന വേളയിൽ കേരളത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലൂടെ രാജ്യത്തെ മുഴുവൻ കർഷകർക്കുമുള്ള ഈ ഗഡുവിന്റെ വിതരണോദ്ഘാടനം സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ഗഡുവായതിനാൽ മാർച്ചിൽ തന്നെ പണം അക്കൗണ്ടുകളിൽ എത്തുന്നതോടെ കർഷകർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. അടുത്ത അറിയിപ്പ്, 2025-26 സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക ഇടപാടുകളിലും നികുതി സംബന്ധമായ കാര്യങ്ങളിലും പൊതുജനങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവ പിഴപ്പലിശ ഒഴിവാക്കുന്നതിനായി ഈ മാസത്തിനുള്ളിൽ തന്നെ അടച്ചു തീർക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ ആദായ നികുതി നൽകുന്നവർ സെഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവുകൾക്ക് അർഹത നേടുന്നതിനായി LIC, PPF, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ പദ്ധതികളിലുള്ള നിക്ഷേപങ്ങൾ മാർച്ച് 31-നകം പൂർത്തിയാക്കേണ്ടതാണ്. അവസാന നിമിഷത്തെ തിരക്കും സാങ്കേതിക തടസ്സങ്ങളും ഒഴിവാക്കാൻ ഈ സാമ്പത്തിക കാര്യങ്ങൾ മുൻകൂട്ടി ക്രമീകരിക്കുന്നത് നന്നായിരിക്കും. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിച്ച ഉപഭോക്താക്കൾ തങ്ങളുടെ KYC പുതുക്കുന്നതിനായുള്ള മസ്റ്ററിംഗ് നടപടികൾ മാർച്ച് 30-നകം പൂർത്തിയാക്കണം. ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തി വിരലടയാളം പതിപ്പിച്ചാണ് ഇത് പൂർത്തിയാക്കേണ്ടത്. അർഹരായവർക്ക് മാത്രമേ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതിനും തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പാചകവാതക സബ്സിഡി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, 60 വയസ്സിൽ താഴെയുള്ള വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് മാർച്ച് 31-നകം സമർപ്പിക്കേണ്ടതുണ്ട്. നിശ്ചിത സമയത്തിനകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലുള്ള പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, 2026 മാർച്ച് മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 2 തിങ്കളാഴ്ച ആദ്യത്തെ പ്രവൃത്തി ദിനമായതിനാൽ അന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. മാർച്ച് 3 ചൊവ്വ മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. എല്ലാ റേഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതിയാണ് LPG സിലിണ്ടറിൻ്റെ വില എണ്ണ കമ്പനികൾ പുനഃക്രമീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള 19 കിലോഗ്രാം സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സിലിണ്ടറിന് 29 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 1776 രൂപയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ പുതുക്കിയ വില. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ഓൺലൈൻ സേവനദാതാക്കളായ അക്ഷയ പദ്ധതി 14 ജില്ലകളിൽ 1037 സ്ഥലങ്ങളിൽ സംരംഭകരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പൊതുവിഭാഗത്തിൽ 880 പട്ടികജാതി വിഭാഗത്തിൽ 103 പട്ടികവർഗ വിഭാഗത്തിൽ 54 അപേക്ഷ ക്ഷണിച്ചത്. കഴിഞ്ഞ ജനുവരി 1-ന് 18 വയസ്സായവരും 50 വയസ്സ് കവിയാത്തവർക്കും അപേക്ഷിക്കാം. അടിസ്ഥാന യോഗ്യത +2 പ്രീ ഡിഗ്രിയാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യമാണ്. അധിക യോഗ്യതകൾക്കും വനിത, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്വന്തമായോ വാടകമുറി സൗകര്യമുള്ളവർക്കോ വെയിറ്റേജ് ലഭിക്കുന്നതാണ്. അപേക്ഷകൾ LBS വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. മാർച്ച് 7 വരെയാണ് ഇത്തരത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.